പ്രതിരോധത്തിന്റെ വരികൾ കൊണ്ട് വ്യവസ്ഥിതികൾക്കെതിരെ കലഹിക്കുന്ന ഒരു റാപ്പ് ഗാനം. കോഴിക്കോട് അത്തോളി സ്വദേശിയായ അഞ്ജലിയാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. അഞ്ജലി തന്നെ ഒപ്പം ചേരുന്നുണ്ട്. വലിയ ഒരു മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ടുള്ളൊരു പ്രയോഗമാണ് പാട്ടിലൂടെ ഉന്നയിക്കുന്നത്. യുവതലമുറ ഇങ്ങനെയൊരു അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊട്ടസ്റ്റുമായിട്ട് മുന്നോട്ട് വന്നപ്പോൾ അത് നമ്മളുടെ രീതിയിൽ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം, ആസ് ആൻ ആർട്ടിസ്റ്റ് ഞാൻ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം എന്ന് ആലോചിച്ചിട്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു റാപ്പ് സോങ് ഇറക്കിയിട്ടുള്ളത്. എൻ്റെ ഒരു പ്രൊട്ടസ്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. സോഷ്യൽ മീഡിയ പേജ് ആയിരുന്നു അത്. അതിന് നേരത്തെ തന്നെ പിന്തുണ അർപ്പിച്ചിരുന്നോ? CJPയുടെ തുടക്കം നമുക്കറിയാലോ എങ്ങനെയാണ് ഈ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം തൊട്ടേ ഫോളോ ചെയ്യുന്നുണ്ട്. കൂടുതലത് ഫോളോ ചെയ്ത സമയത്ത് ഇവർ ഇത്രയും വലിയൊരു ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങിയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റിന് മുന്നോട്ട് വരുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യണം എന്ന് തോന്നി. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പ്രൊട്ടസ്റ്റ് June 6 ഡൽഹിയിൽ നടന്ന ആ സമയത്താണ് ഈ ഒരു റാപ്പ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. റാപ്പ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഒരു ഒപ്രസ്ഡ് ഗ്രൂപ്പിൻ്റെ നമ്മളെ പ്രതിഷേധിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് റാപ്പ് എന്ന് പറയുന്നത്. നമ്മളതിൻ്റെ ഹിസ്റ്ററി പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും. ഞാൻ ഇങ്ങനൊരു റാപ്പ് സോങ് ഇടുന്ന സമയത്ത് നമ്മൾ എല്ലാ വശങ്ങളും ആലോചിക്കും. തീർച്ചയായിട്ടും കയ്യടി മാത്രമല്ല അതിന് എതിരായിട്ട് സംസാരിക്കുന്നവരുണ്ട്. പാറ്റപ്പാട്ടിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ വരികൾ അതൊക്കെ ഉണ്ടായത് എങ്ങനെയാണ്? വളരെ മൂർച്ചയേറിയ വരികളാണ്. വരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു നിങ്ങൾ കേട്ടാൽ തന്നെ മനസ്സിലാവും ഇങ്ങനെ ഡയറക്റ്റ്ലി ഒരു പ്രൊട്ടസ്റ്റ് സപ്പോർട്ട് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് അവതരിപ്പിക്കണമെന്ന് തോന്നിയിട്ടുള്ള ഒരു രീതിയിലാണ് ഞാൻ ഇതിൻ്റെ വരികൾ എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ്, സെൽജോ ജോൺ എന്ന് പറഞ്ഞിട്ട്. ഒരു പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു പാട്ടാണ് സത്യം പറയുകയാണെങ്കിൽ. എഴുതുന്നു, ഞാൻ വീട്ടിലിരുന്ന് തന്നെ ഒരു വോയിസ് നോട്ടായിട്ട് അയച്ചു കൊടുക്കുന്നു, അവരതിന് മ്യൂസിക് ചെയ്യുന്നു. സ്റ്റുഡിയോ പോലും റെക്കോർഡ് ചെയ്തതല്ല. അപ്പോൾ അങ്ങനെ അത് പോസ്റ്റ് ചെയ്തു, ആളുകൾ അത് സ്വീകരിച്ചതിൽ സന്തോഷം. അപ്പോൾ ഇത്രയും ഹിറ്റായ ആ പാറ്റപ്പാട്ടിൻ്റെ 2 വരി പാടാലോ? പറയാതെ പണിതൊരു മാളിക വീടിൻ്റെ തലപ്പത്ത് കയറിയ പാറ്റ, അടിച്ചിട്ടും പഴിച്ചിട്ടും തളരാതെ നിന്നതും എന്നെക്കെട്ട് കണ്ടെത്തി തീറ്റ, പാറ്റകൾ പെരുകണ കണ്ടപ്പ യജമാനൻ കെണിവെക്കാൻ നോക്കിയത് ഹിറ്റ, പറയാനുള്ളത് പറയട്ടെ മുതലാളി വായ മൂടിക്കെട്ടണത് തെറ്റാ, വെച്ചടി കേറട്ടെ പാറ്റ, ഇന്നാടിനു വേണ്ടത് മാറ്റ, പാറ്റകൾ മടുത്ത് നെഞ്ചിൽ തീയി കൊരുത്ത്, തെറ്റുകുറ്റം കാട്ടുന്നോരെ ഉള്ളിൽ അതിപരത്ത്, കള്ളത്തരം ഒളിച്ച് വമ്പത്തരം നടിച്ച് നടന്നോരെ തകർത്തിട്ട് കാട്ടട്ടെ കരുത്ത്, വെച്ചടി കേറട്ടെ പാറ്റ, ഇന്നാടിനു വേണ്ടത് മാറ്റ. അഞ്ജലിയുടെ രാഷ്ട്രീയം കൃത്യമായി പാറ്റപ്പാട്ടിലൂടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അത് മുന്നോട്ടും എന്തൊരു പ്രശ്നം വന്നാലും അതിങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അവർ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആസ് എൻ ആർട്ടിസ്റ്റ് ഞാൻ പ്രതികരിക്കും. അതുകൊണ്ട് തന്നെ എന്നും ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതല്ല, അതിന് പകരം എന്താണോ പിന്നെ ശരി അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. പാറ്റപ്പാട്ടിലൂടെ അഞ്ജലി മുന്നോട്ട് വയ്ക്കുന്നത് കൃത്യമായ രാഷ്ട്രീയ നിലപാടാണ്. അരുൺ കിഷോറിനൊപ്പം അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.